മരിച്ച വാപ്പാനെ കൊണ്ടുപോയി കുഴിച്ചു മൂടുമ്പോ ഒരു ചത്ത പശുക്കുട്ടിയെ കുഴിച്ചു മൂടുന്ന ലാഘവത്തോടെ കുഴിച്ചു മൂടി മണ്ണിട്ടിങ്ങോട്ട് പോന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. ഇത് ചൊല്ലാൻ പോലും മക്കൾ നിൽക്കണില്ല, കാരണം അതിലും പ്രത്യേക സുന്നത്തില്ല എന്നാ. അങ്ങനെ പഠിപ്പിച്ചപ്പോ ഇപ്പം മൗലിമാർ പഠിപ്പിച്ച് നമ്മൾ സുന്നികളാകുമ്പം അവരെ കബറിമ്പുറത്തേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട്, ദിക്റും ദുആയും സദഖയും കിട്ടുന്നുണ്ട്. നമ്മളെ ഖബർ യതീമാണല്ലോ എന്ന് എന്റെ നാട്ടിൽ വന്നിട്ട് നേരത്തെ പ്രസംഗിച്ച കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി ഗസാലി ഇമാമിന്റെ ബൈത്ത് ചൊല്ലി വഅളു പറഞ്ഞ് വിലപിക്കുന്നതും കൂടെ അവസാനം കേട്ടോളും. എന്നിട്ട് നിങ്ങൾ മനസ്സ് ശരിക്കും കുടുംബജീവിതത്തെ പറ്റിയുള്ള അഭിപ്രായമില്ല. ഓനക്ക് വെറും റസൂലുള്ളാഹിനോട് ഒരു സഹാബി കൊണ്ട് പറഞ്ഞു, നബിയെ ഓള് പ്രസവിക്കൂല, എനിക്ക് കല്യാണം കഴിച്ചു ചോദിച്ചു. നബി കഴിക്കണ്ട പറഞ്ഞു. എന്തിനാ കേട്ടുണ്ട് ചോദിച്ചു. കല്യാണം കഴിക്കുന്നതിനാ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാവണം വേണ്ടേ? പ്രായമാകുമ്പോ നമ്മളെ ശ്രദ്ധിക്കാൻ നാലാൾ വേണ്ടേ? നിങ്ങളെ മയ്യത്തുണ്ടാൻ ആൾ വേണ്ടേ? നിങ്ങളെ കബറിങ്ങിലൊന്ന് ദുആ ചെയ്യാൻ ആൾ വേണ്ടേ? അതിന് ആരാ കബറിങ്ങ പോക്ക്? ബാപ്പ മരിച്ചാൽ മോൻ വലിയ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ഒരു നേരം പോലും ബാപ്പന്റെ തിരിഞ്ഞോ ബാപ്പ മരിച്ച വിവരം ഉമ്മ പറഞ്ഞു കൊടുക്കോ മക്കൾക്ക്? ഗസാലി പറഞ്ഞ പോലെ അടുത്ത ബന്ധുക്കൾ കബറിന്റെ അടുത്തൂടെ നടന്നു പോകുന്നുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാ ഈ കിടക്കുന്നത് എങ്ങനെ അറിയാം? ചെയ്തല്ലേ അവർക്ക് അറിഞ്ഞൂടാ അത് ഉമ്മയാണെന്ന് അറിയില്ല. ആർക്കും അറിഞ്ഞൂടാ. കബറിന്റെ അടുത്തൂടെ എല്ലാവരും പോകുന്നുണ്ട്. ഫുൾ ടോപ്പിൽ വണ്ടിയും കാറും ഓടുന്നുണ്ട്. ജന്മം നൽകി ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്ന മാതാപിതാക്കൾ യാത്ര ചോദിച്ചിട്ട് ചോദിക്കാൻ ആളില്ല. നേരം പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല. കേട്ടോ മക്കൾക്ക് പിന്നെ എന്താ താല്പര്യം എന്നറിയോ? പാപ്പത്ര സ്വത്തുണ്ട്, അത് വീഴ്ച എന്ത് കിട്ടും? അത് നോക്കുന്ന തിരക്കില്ല അല്ലേ? പാപ്പാക്ക് എന്ത് കടണ്ട് അന്വേഷിക്കാൻ മക്കളില്ല. അതേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? ഒരു മത്സരം മനുഷ്യനെ കിട്ടി എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ മക്കളെ പഠിപ്പിച്ചപ്പോൾ സുന്നികളാകുന്ന ആളുകൾ സുന്നിസത്തികൾ വളർത്തുമ്പോൾ ബാപ്പ മരിച്ചെന്ന് കേട്ടാൽ കണ്ണീർ തുറക്കുന്നതോടൊപ്പം ഖുർആൻ വർത്തിവെച്ചുകൊണ്ട് മയ്യത്തിനെടുത്തിരുന്ന് ഖുർആൻ ഓതുന്നു. ഒരു കാരൻ മരണപ്പെട്ടാൽ എസ്എസ്എഫിന്റെ പ്രവർത്തകൻ ഇന്ന് മരിച്ചാൽ നാട്ടുകാരൻ പ്രവർത്തകരും വന്നുകൊണ്ട് യാസീനോടി പ്രാർത്ഥിക്കുന്നു. മയ്യത്തെടുക്കുമ്പോൾ പ്രാർത്ഥന നടക്കുന്നു, കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, കബറമ്പുറത്ത് ഹത്തപ്പുറകെട്ടുന്നു, സദസ്സുകൾ പ്രാർത്ഥന നടക്കുന്നു, മയ്യത്ത് നിസ്കാരവും നടക്കുന്നു. ഇതെല്ലാം ശിർക്കാണ്, കുറ്റമാണ്, തെറ്റാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചപ്പോ നിങ്ങൾ തന്നെ ഖേദിക്കാൻ തുടങ്ങിയെങ്കിലോ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, മോമിനീങ്ങളെ, ഈ മൗലവിയുടെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കണോ? തെലുഗിന് രാജിവെച്ചോ, മുജാഹിദിന് രാജിവെച്ചോ, ജമാഅത്തിന് രാജിവെച്ചോ, പരമ്പരാഗതമായ ഉത്തരവിലൂടെ കിട്ടിയ വിശുദ്ധ ഇസ്ലാം വർജ്ജനമായ ഒരു സുന്നത്തീയ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ചോ, അതിനുവേണ്ടി പ്രവർത്തിച്ചോ. അല്ലാഹു ജല്ല ജലാലു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ബഹുമാന്യരായ ഉസ്താദ് അവർകൾ ഇത്രയും സമയം നമ്മോട് നടത്തിയ നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്തുമെന്നും ഒരു നല്ല സുന്നിയായി ജീവിക്കുമെന്ന പ്രതിജ്ഞയാണ് നമുക്ക് ഈ സദസ്സിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ.